കുറഞ്ഞ ചെലവില് എളുപ്പത്തില് നല്ല ടേസ്റ്റ് ഉള്ള പ്ലം കേക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കാം. ഓവനൊന്നും ഇല്ലാണ്ട് നമ്മുടെ വീട്ടിലുള്ള പാത്രം വെച്ച് ആർക്കും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. ആദ്യം ചില്ലിന്റെ ഒരു ബോട്ടിൽ എടുക്കുക. അതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള ചെറി, ഈന്തപ്പഴം, 3 ടൈപ്പിലുള്ള ടൂട്ടി ഫ്രൂട്ടി ഇടുക, 2 ടൈപ്പിലുള്ള ഉണക്കമുന്തിരി ഇടുക. അതിലേക്ക് ഓറഞ്ച് ജ്യൂസും ഒഴിച്ച് ഒരു ദിവസം സോക്ക് ചെയ്യാൻ വെക്കുക. പിന്നെ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. പഞ്ചസാര കാരമലൈസ് ചെയ്തത് ഒന്ന് ചൂടാറാൻ വെക്കണം. 1 കപ്പ് മൈദ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 നുള്ളു ബേക്കിംഗ് സോഡ, 2 നുള്ളു ഉപ്പിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കുക. 1 കപ്പ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് 3 ടേബിൾ സ്പൂൺ കശുവണ്ടി ഇടുക. അരിച്ചു വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വേറെ ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും 1/2 കപ്പ് ഓയിലും 1/2 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. 1.5 ടേബിൾ സ്പൂൺ ഓറഞ്ചിന്റെ തൊലി വിളയിച്ചതും 1 കപ്പ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പ്ലം കേക്കിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കേക്കിന്റെ ഈ ഒരു പാത്രം വെക്കാൻ പറ്റിയ അലുമിനിയം പാത്രം എടുത്ത് അടുപ്പിൽ വെച്ച് 10 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കുക. അത് കഴിഞ്ഞ് കേക്കിന്റെ മോൾഡ് എടുത്ത് പാത്രത്തിന്റെ ഉള്ളിൽ വെച്ച് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കുക. മീഡിയം ഫ്ലെയിമിൽ 25 മിനിറ്റും ലോ ഫ്ലെയിമിൽ 30 മിനിറ്റും കേക്കിന്റെ ബാറ്റർ വേവിച്ചെടുക്കണം. അങ്ങനെ വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റും സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയി കിട്ടും. നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്.